ഹലോ, സായിസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താ അറിയോ, ഒരു പുഡിങ് കേട്ടോ. ബിസ്ക്കറ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ റെസിപ്പിയാണ്. നമുക്കിത് ഉണ്ടാക്കാൻ തീയൊന്നും കത്തിക്കണ്ട, വെറുതെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് നോക്കല്ലേ എങ്ങനെ ഉണ്ടാക്കുകയെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ഗുഡ് ഡേൻ്റെ ബിസ്ക്കറ്റ് ആട്ടോ എടുത്തിട്ടുള്ളത്. അത് ഒന്ന് പൊട്ടിച്ചെടുക്കണം. ഏത് ബിസ്ക്കറ്റും പറ്റും കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിൽ വുഡൻ്റെ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ ഞാനത് എടുത്തു എന്നുള്ളൂ. ഇനി ഇതൊക്കെ ഒന്ന് പൊടിച്ച് വരാം കേട്ടോ. ഒരു പാക്കറ്റ് ഫുൾ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് പൊടിച്ച് വരാം. മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടോ, നല്ല ഫൈനായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് ബട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്യായാലും മതി. അപ്പം എൻ്റെ കയ്യിൽ ബട്ടർ ഉണ്ടായതുകൊണ്ട് ഞാനത് എടുത്തു കേട്ടോ. അപ്പോൾ ബട്ടർ ഇങ്ങനെ കുറച്ചേച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കട്ടെ. നമ്മൾ പുട്ടിനൊക്കെ കുഴയ്ക്കൂലേ, അതേമാതിരി ഇങ്ങനെ ഒന്നിങ്ങോട്ട് അമർത്തിയാലും ഇങ്ങോട്ട് അമരണ പരിവാവണേ. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാനൊരു കുട്ടികൾ ചോറൊക്കെ കൊണ്ടുവന്ന പാത്രം ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. അതിലൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ആദ്യം നമ്മൾ പൊടിച്ച് വെച്ച മിക്സ് ഉണ്ടല്ലോ, അതിങ്ങോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പിങ്ക് കളറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വെറുതെ അതിന് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. എന്നിട്ട് അതതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് ലെവൽ ചെയ്യുക. കണ്ടോ, അതേമാതിരി ഒന്ന് ലെവൽ ചെയ്താൽ മതി. പിന്നെ നമുക്ക് ഉണ്ടെങ്കിൽ ചോക്കോ ചിപ്സും എന്തെങ്കിലുമൊക്കെ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ബിസ്ക്കറ്റിൻ്റെ പൊടി കുറച്ചുകൂടെ ഉണ്ടായിരുന്നത് അത് ഫുള്ളാണ്ട് ഇട്ടിട്ട് ഒന്നുകൂടെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 ലെയറായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. പിന്നെ ഞാൻ കുറച്ചുകൂടെ വിപ്പിംഗ് ക്രീം ആക്കി കൊടുത്തു. എന്നിട്ടത് നല്ലോണം ഒന്ന് ലെവൽ ചെയ്യുക കേട്ടോ. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ കഴിക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂറൊക്കെ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ മുകളിലും കൂടി ഒന്ന് ലെവലാക്കി കൊടുത്തിട്ട് പിന്നെ ഒരു ഡയറി മിൽക്ക് കുറച്ച് ചൂടുവെള്ളത്തിലിട്ടിട്ടൊന്ന് മെൽട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് വെറുതെ ഒരു ഡിസൈന് മാത്രം നമുക്ക് കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്യാണ്. ഒന്ന് ഡിസൈൻ പോലെ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. ഞാൻ അപ്പോൾ ഇതിങ്ങനെ ഇതേമാതിരി ചെയ്തു എന്നുള്ളൂ. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഫ്രീസറിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ അതിൻ്റെ താഴെ വെച്ചാലും മതി കേട്ടോ. അടച്ച് വെക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ ഞാൻ അങ്ങനെ ഫ്രീസറിൽ നിന്ന് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ, നല്ല സൂപ്പറായിട്ട് തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടമാകും. ഞാനിതൊരു വൈകുന്നേരത്താട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വൈകുന്നേരത്ത് ചോറുണ്ണലൊക്കെ കഴിഞ്ഞ് കുട്ടികൾ എത്ര പെട്ടെന്നറിയോ കഴിഞ്ഞത്, പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. കാരണം മക്കളല്ലേ, അവർക്ക് ഭയങ്കര ഇഷ്ടമാവും ഇങ്ങനത്തെയൊക്കെ. പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻ്റായിട്ടും കൂടെ അറിയിക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. താങ്ക്